പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാം. എക്സാമിന് നന്നായി മാർക്ക് സ്കോർ ചെയ്യണമെങ്കിലും ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണമെങ്കിലും ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ പോരാ. CBSEക്ക് അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. ക്വസ്റ്റ്യൻസിലും അതേ സ്റ്റാൻഡേർഡ് തന്നെയായിരിക്കും ഉള്ളത്. സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എത്ര വർക്ക് ചെയ്ത് പഠിക്കുന്നോ അത്രയും തന്നെ നല്ലതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക് ചെയ്ത് പഠിക്കുക. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കമന്റ്സിൽ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ തന്നാൽ ഞാൻ അങ്ങോട്ട് അതിന്റെ ആൻസർ വാട്സപ്പ് ചെയ്ത് തരികയോ ഓൺലൈനായി നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരികയോ ചെയ്യും. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഇവിടെയുള്ള ഈ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസും 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതിനുശേഷം വീഡിയോ പോസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ സ്വന്തമായി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം വീഡിയോ പ്ലേ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഏത് രീതിയിലാണോ സോൾവ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെ ആയിരിക്കണമെന്നില്ല നിങ്ങൾ സോൾവ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ സ്റ്റെപ്പുകളും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അതും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും ഒക്കെ വിത്ത് റീസൺ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണെങ്കിലും ഫൈനൽ ആൻസർ ആണെങ്കിലും ഫുള്ള് മാർക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോ ഫൈനൽ ആൻസർ നോക്കുക, അതിലെ ബാക്കിയുള്ള കോൺസെപ്റ്റുകളൊക്കെ നോക്കുക. അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഫുള്ള് മാർക്ക് കിട്ടും. ചിലപ്പോൾ ഞാൻ ചെയ്ത രീതിയിലായിരിക്കത്തില്ല നിങ്ങൾ ചെയ്തത്. എനിവേ ആൻസർ കറക്റ്റ് ആയിരിക്കണം, ചെയ്യുന്ന രീതികളും കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇവിടെയുള്ള ഈ ക്വസ്റ്റ്യൻ, ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 then find the value of 1 by alpha minus 1 by beta. അപ്പൊ ഇവിടെ ഒരു പോളിനോമിയൽ, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഈ പോളിനോമിയലിന്റെ രണ്ട് സീറോസ് ആണ് ആൽഫയും ബീറ്റയും എങ്കിൽ 1 by alpha minus 1 by ബീറ്റയുടെ വാല്യൂ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിനെ രണ്ട് രീതികളിൽ ചെയ്യാം. ഒന്ന്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 എന്ന പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്ത് ആൽഫയും ബീറ്റയും എന്താണെന്ന് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം, അതെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇവിടെയുള്ള ആൽഫയും ബീറ്റയും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ. അങ്ങനെ ആൽഫയും ബീറ്റയും കണ്ടുപിടിച്ചിട്ട് 1 by alpha minus 1 by beta എന്ന എക്സ്പ്രഷനിലേക്ക് ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. എന്നാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനില് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 എന്ന രീതിയിൽ തരാതെ ചിലപ്പോ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നോ വേറെ ഏതെങ്കിലും വേരിയബിൾ ചേർത്തോ ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതേപോലെയുള്ള എക്സ്പ്രഷൻസിന്റെ വാല്യൂ സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ 9th നമ്മൾ പഠിച്ച ചില ഐഡന്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെ ഓർത്ത് നന്നായി പഠിച്ചു തന്നെ വെക്കണം. 9th പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിലെ ഐഡന്റിറ്റീസ് ഒക്കെയും കാണാതെ തന്നെ പഠിച്ചു വെക്കുക. അതെല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്ത് വേണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ. ആ ഐഡന്റിറ്റീസിന്റെ ഒക്കെ ക്ലാസ്സുകൾ 9th മാത്സിന്റെ ക്ലാസ്സുകളിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ബേസിക് മാത്സിൽ ഐഡന്റിറ്റീസിന്റെ വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അത് നോക്കി നന്നായി പഠിക്കാം. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ഇതിനെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന രീതിയിലാണ് തന്നിരിക്കുന്നത് എന്ന് കൺസിഡർ ചെയ്താണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായി, അതിനേക്കാൾ എളുപ്പം ഇവിടെയുള്ള ആൽഫയും ബീറ്റയും കണ്ടുപിടിച്ച് ചെയ്യാം. അത് ഞാൻ ഒരു തവണ കൂടി പറയുന്നു. പക്ഷെ എന്നാൽ നമ്മൾ ഇതിനെ വേറെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെയുള്ള എക്സ്പ്രഷൻ അതേപോലെ ചിലപ്പോൾ ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ എന്താണ്, അല്ലെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ എന്താണ്, അത്തരത്തിലുള്ളത് വന്നു കഴിഞ്ഞാലും ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആ ഒരു മെത്തേഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ആണ്. ഇവിടെ നിന്ന് എ നമുക്ക് എഴുതാം 1, ബി എഴുതാം 1, സി വിച്ച് ഈസ് മൈനസ് 2. ഇനി നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ എന്താണെന്ന് അറിയാം, വിച്ച് ഈസ് മൈനസ് ബി ബൈ എ ഈസ് ഈക്വൽ ടു മൈനസ് 1 by 1 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1. Then alpha beta എന്താണെന്ന് അറിയാം, c by a which is equal to minus 2 by 1 which is minus 2. ഈ രണ്ടെണ്ണവുമാണ് ഇത്തരത്തിലുള്ള എക്സ്പ്രഷനിൽ മാക്സിമവും ഫസ്റ്റ് സ്റ്റെപ്പായി എഴുതേണ്ടി വരുന്നത്. അതായത് ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ആൽഫ ബീറ്റ. നമുക്ക് വേണ്ടത് 1 by alpha minus 1 by beta ആണ്. അപ്പോ ആ 1 by alpha minus 1 by beta നമുക്കൊന്ന് എഴുതിയാൽ 1 by alpha minus 1 by beta is equal to, രണ്ട് ഡിനോമിനേറ്ററും ഡിഫറന്റ് ആയതുകൊണ്ട് രണ്ടും കൂടെ കോമൺ ആയി എഴുതിയാൽ ആൽഫ ബീറ്റ എന്ന് എഴുതാം. അപ്പോൾ ബീറ്റ ഇൻറ്റു 1 ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു 1 ആൽഫ. ഇനി ഇവിടെ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും മാത്രമാണ്. ആൽഫ ബീറ്റ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടി. എന്നാൽ ഇവിടെയുള്ളത് ബീറ്റ മൈനസ് ആൽഫയാണ്. അവിടെ നമുക്ക് ആ ഒരു വാല്യൂ അറിയില്ല. അറിയാവുന്നത് ആൽഫ പ്ലസ് ബീറ്റയാണ്.
ഇതിനെ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്ന് എഴുതാം. ഇനി ഇവിടെ നമുക്ക് അറിയാവുന്ന വാല്യൂ ആൽഫ പ്ലസ് ബീറ്റ ആണ്, മൈനസ് ആൽഫ പ്ലസ് ബീറ്റ അല്ല. അപ്പൊ അവിടെ ഞാൻ ചെയ്യുന്നത് മൈനസിനെ കോമൺ ആയിട്ട് എഴുതി ആൽഫ, ഇവിടെ പ്ലസ് വരണമെങ്കിൽ മൈനസ് ബീറ്റ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്ന് എഴുതാം. അപ്പൊ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി നോക്കാം. മൈനസ് ഇൻറ്റു ആൽഫ മൈനസ് ആൽഫയാണ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, ഇൻറ്റു ബീറ്റ ബീറ്റ. അപ്പൊ നമ്മൾ ഈ എഴുതിയ സ്റ്റെപ്പും ഇതും കറക്റ്റ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ആൽഫ മൈനസ് ബീറ്റയുടെ വാല്യൂ ആണ്. ഇവിടെ നമുക്ക് അറിയാവുന്നത് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ ആണ്. അപ്പൊ ഈ അറിയാവുന്ന ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും വെച്ചുകൊണ്ട് ആൽഫ മൈനസ് ബീറ്റയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം. ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. എന്നാൽ അതിനെ നമ്മൾ 9th ഒരു എക്സ്പ്രഷൻ പഠിച്ചതാണ്. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ അറിയാമെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയറിൽ നിന്നും മൈനസ് ചെയ്താൽ മതി 4 ആൽഫ ബീറ്റ. ഇത് ഓർത്തിരിക്കണം. ഒരു ഐഡന്റിറ്റി ആയിട്ട് ഓർത്തിരുന്നില്ല എങ്കിലും കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. മൈനസ് 4 ആൽഫ ബീറ്റ എന്ന് എഴുതിയാൽ ഇസ് ഈക്വൽ ടു ആൽഫ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ പ്ലസ് 2 ആൽഫ ബീറ്റ. അത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് മൈനസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഈ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ വരെ എത്തി. ഈ റൈറ്റ് സൈഡിനെ എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ വരെ എത്തി. അപ്പൊ ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ എഴുതിയ ഒരു എക്സ്പ്രഷൻ കറക്റ്റായി ഇവിടെ എത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് കറക്റ്റ് ആണ്, ഈ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ കറക്റ്റ് ആണ്. എന്നാൽ ഈ ഒരു ഇക്വേഷനിലേക്ക് നോക്കൂ. ഇവിടെ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന വാല്യൂസ് ആണ് ഉള്ളത്. റൈറ്റ് സൈഡിൽ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റയില്. അപ്പൊ ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ, ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് അറിയാം -1. അപ്പൊ -1ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ആൽഫ ബീറ്റ വിച്ച് ഈസ് -2. അപ്പൊ -2 ഈസ് ഈക്വൽ ടു -1ന്റെ സ്ക്വയർ 1 ആണ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 8 which is equal to 9. അപ്പോ ആൽഫ മൈനസ് ബീറ്റ is equal to root of 9 which is equal to plus or minus 3 എന്ന് കിട്ടും. അപ്പോ ആൽഫ മൈനസ് ബീറ്റയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 3 ആണ്. ഇനി ഈ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് ആൽഫ മൈനസ് ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചു which is plus or minus 3. അപ്പൊ പ്ലസ് ഓർ മൈനസ് 3 ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ which is -2. ഈ മൈനസ് മൈനസ് കൂടെ പ്ലസ് ആകും. ലെഫ്റ്റ് വിത്ത് പ്ലസ് ഓർ മൈനസ് 3/2. ഇതിനെ രണ്ട് ആൻസർ ആയി എഴുതിയാൽ 3/2 ആൻഡ് -3/2 എന്ന് എഴുതാം. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ 1 ആൽഫ മൈനസ് 1 ബീറ്റയുടെ ആൻസർ ആണ് 3/2 ഓർ -3/2. അപ്പോ ഇത് ഇത്രയും സ്റ്റെപ്പ് എഴുതി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് വേറെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്യുന്നതിനാണ്. ഇവിടെ നിന്ന് വളരെ സിമ്പിൾ ആയിട്ട് ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കാം. നേരിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത്രയും സ്റ്റെപ്പ് ഇല്ലാതെ ചെയ്യാനും കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സീറോ ഓഫ് എ പോളിനോമിയൽ p of x is equal to 3x square minus px plus 2 and g of x is equal to 4x square minus qx minus 10 is 2. അതായത് p of x എന്ന ഈ പോളിനോമിയലിന്റെയും g of x എന്ന ഈ പോളിനോമിയലിന്റെയും ഒരു 0 is 2. Then find the value of p and q. അപ്പോ ഫസ്റ്റ് പോളിനോമിയൽ നമുക്ക് കൺസിഡർ ചെയ്യാം. p of x is equal to 3x square minus px plus 2. ഇതിന്റെ ഒരു 0 വാല്യൂ ആണ് 2. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം 10 is equal to 2. അപ്പോ ഒരു 0 വാല്യൂ ആണ് 2 എന്നതിനർത്ഥം ഈ ഒരു പോളിനോമിയലിലെ x എന്ന വേരിയബിളിന് പകരം 2 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഫുൾ പോളിനോമിയലിന്റെ വാല്യൂ വിൽ ബിക്കം 0. ദാറ്റ് ഈസ് p of 2 will be 0. അങ്ങനെയാണെങ്കിൽ p of 2 എന്ന് കണ്ടുപിടിക്കാം. p of 2 is equal to 3x സ്ക്വയറിലെ 3 into 2 ന്റെ സ്ക്വയർ മൈനസ് p into x ന്റെ വാല്യൂ 2 plus 2. ഇത് ഫുൾ വാല്യൂ 0 ആയി മാറും. സിംപ്ലിഫൈ ചെയ്താൽ 3 into 2 ന്റെ സ്ക്വയർ 4 minus 2 into p 2p plus 2 is equal to 0 is equal to 3 into 4 which is 12 plus 2 minus 2p is equal to 0. 12 plus 2 which is 14 minus 2p is equal to 0.
then minus 2p is equal to 14 right side എത്തിയാൽ minus 14 ആയി മാറും. Then p is equal to minus 14 divided by minus 2 which is equal to 7. അപ്പൊ p യുടെ വാല്യൂ 7 എന്ന് കിട്ടി. നെക്സ്റ്റ് പോളിനോമിയൽ g of x ആണ്. g of x കൺസിഡർ ചെയ്താൽ g of x is 4x square minus qx minus 10. അവിടെയും ഒരു 0 വാല്യൂ 2 ആണ്. അപ്പൊ നമുക്ക് എഴുതാം 1 0 is 2. അവിടെയും 2 ആണ് ഈ പോളിനോമിയലിന്റെ 0 വാല്യൂ എങ്കിൽ g of 2 will be 0. അപ്പൊ നമുക്ക് g of 2 എന്ന് കണ്ടുപിടിക്കാം is equal to 4 into x square ന് പകരം 2 ന്റെ സ്ക്വയർ മൈനസ് q into x ന് പകരം 2 minus 10 which is equal to 0 is equal to 4 into 2 ന്റെ സ്ക്വയർ 4 minus 2q minus 10 റൈറ്റ് സൈഡിൽ എത്തിയാൽ പ്ലസ് 10 ആയി മാറും. 4 into 4 16 minus 2q is equal to 10. minus 2q is equal to റൈറ്റ് സൈഡിൽ 10 ഉണ്ട്, ലെഫ്റ്റിലുള്ള 16 റൈറ്റ് സൈഡിൽ എത്തിയാൽ minus 16 ആയി മാറും. then minus 2q is equal to minus 6. then q is equal to minus 6 divided by minus 2 which is 3. For final answer നമുക്ക് എഴുതാം therefore p is equal to 7 and q is equal to 3. Next question find the value of k such that the quadratic polynomial 3x square plus 2kx plus x minus k minus 5 has the sum of zeros as half of their product. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു മനസ്സിലാക്കിയേ ആൻസർ ചെയ്യാവൂ. ഫസ്റ്റ് നമുക്ക് ആ പോളിനോമിയലിനെ ഒന്ന് എഴുതാം. p of x is equal to 3x square plus 2kx plus x minus k minus 5. ഇതിനെ നമുക്കറിയാവുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ അല്ലെങ്കിൽ പോളിനോമിയലിന്റെ സ്റ്റാൻഡേർഡ് ഫോമായ ax square plus bx plus c എന്ന ഫോമിൽ എഴുതിയാൽ is equal to 3x square. ഇവിടെ രണ്ട് എക്സിന്റെ ടേമുകളാണുള്ളത്. രണ്ടും കൂടി നമുക്ക് കമ്പൈൻ ചെയ്ത് കോമൺ ആയിട്ട് എക്സിനെ ബ്രാക്കറ്റിന് പുറത്ത് എഴുതിയാൽ എക്സ് ഞാൻ റൈറ്റ് സൈഡിൽ എഴുതുന്നു, ലെഫ്റ്റ് വിത്ത് ഇവിടെ 2k ഇൻ ബിറ്റ്വീൻ ഇവിടെ പ്ലസ് എക്സ് ആയതുകൊണ്ട് 1x ആണത്. എക്സ് പുറത്തെടുത്താൽ പിന്നീട് ലെഫ്റ്റ് വിത്ത് പ്ലസ് 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, ഇവിടെയുള്ള സൈൻ പ്ലസ്. അപ്പൊ ഈ പ്ലസിനെ അങ്ങനെ എഴുതുന്നു. 2k എക്സിൽ നിന്നും എക്സ് കോമൺ ആയി എഴുതിയാൽ 2k plus 1 into x എന്ന് എഴുതാം. എഴുതിയത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നു. x into 2k which is 2kx, 1 into x which is x. ഇവിടെ minus k minus 5 ആണ്. അവിടെ അതിനെ കോമൺ ആയിട്ട് മൈനസ് പുറത്ത് എഴുതിയാൽ ലെഫ്റ്റ് വിത്ത് k plus 5 എന്ന് എഴുതാം. ബ്രാക്കറ്റ് മാറ്റി നോക്കുന്നു. മൈനസ് ഇൻറ്റു കെ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്, മൈനസ് 5 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് ഇത് ഈ ഒരു ടേം എ എക്സ് സ്ക്വയറിന്റെ ടേം ആണ്, ഈ ഒരു ടേം ബി എക്സിന്റെ ടേം ആണ്, ഇത് സി എന്ന ടേമും. അപ്പോ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഇവിടെയുള്ള കെ എന്ന വേരിയബിളിന്റെ വാല്യൂ ആണ്. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ദ സം ഓഫ് സീറോസ് ആസ് ഹാഫ് ഓഫ് ദെയർ പ്രൊഡക്റ്റ്. അപ്പൊ അവിടെ സമ്മും പ്രൊഡക്റ്റും ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ സം ഒന്ന് കണ്ടുപിടിക്കാം. സം എന്ന് പറയുന്നത് നമുക്കറിയാം ആൽഫ പ്ലസ് ബീറ്റ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അപ്പൊ ഇവിടെ എയും ബിയും സിയും ഒന്ന് എടുത്തെഴുതുന്നു. എ വിച്ച് ഈസ് 3, ബി വിച്ച് ഈസ് 2k പ്ലസ് 1 ആണ്, സി വിച്ച് ഈസ് മൈനസ് k പ്ലസ് 5. ഇവിടെ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ മൈനസ് ബി ബൈ എഴുതാം, ഇസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുന്നത് 2k പ്ലസ് 1 ആണ്. ഈ മൈനസ് ബ്രാക്കറ്റിന് പുറത്ത് വേണം എഴുതാൻ, ഡിവൈഡഡ് ബൈ എ വിച്ച് ഈസ് 3. അപ്പോ സമ്മിനെ നമ്മൾ ഇങ്ങനെ എഴുതി, സം ഓഫ് സീറോസ് മൈനസ് 2k പ്ലസ് 1 ബൈ 3 ആണ്. അടുത്തത് നമുക്ക് പ്രൊഡക്റ്റ് എഴുതാം, വിച്ച് ഈസ് ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ ആണ്, ഇസ് ഈക്വൽ ടു സി വിച്ച് ഈസ് മൈനസ് k പ്ലസ് 5 ഡിവൈഡഡ് ബൈ എ വിച്ച് ഈസ് 3. അപ്പോ ഇത് പ്രൊഡക്റ്റ് ആണ്. സമ്മും പ്രൊഡക്റ്റും നമ്മൾ സെപ്പറേറ്റ് എഴുതി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു ആസ് ഹാഫ് ഓഫ് ദെയർ പ്രൊഡക്റ്റ്. അപ്പോ ഹാഫ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് സീറോസും സം ഓഫ് സീറോസും ആണ്. അപ്പോ സം ഓഫ് സീറോസിനെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാം, ഇസ് ഈക്വൽ ടു ഹാഫ് എന്നുള്ളത് 1/2 ആണ്, ഇൻറ്റു പ്രൊഡക്റ്റ് വിച്ച് ഈസ് ആൽഫ ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ അല്ലെങ്കിൽ സം നമ്മൾ കണ്ടുപിടിച്ചു, മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു
ഹാഫ് ഇൻറ്റു ആൽഫ ബീറ്റ ഇവിടെ എഴുതിയിട്ടുണ്ട് മൈനസ് കെ പ്ലസ് 5/3 മൈനസ് കെ പ്ലസ് 5 ഡിവൈഡഡ് ബൈ 3. ഇവിടെയുള്ള ഈ രണ്ട് ഡിനോമിനേറ്ററും സെയിം ആണ്. ഇതിനെ നമുക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ലെഫ്റ്റ് വിത്ത് മൈനസ് 2k പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു ദിസ് വാല്യൂ. അത് തന്നെ ആയിരിക്കും, ദാറ്റ് ഈസ് മൈനസ് കെ പ്ലസ് 5 ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത് ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഒരു ഡിനോമിനേറ്റർ 1 കൺസിഡർ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു ദിസ് വാല്യൂ, ദാറ്റ് മീൻസ് 2 ഇൻറ്റു, ഇനി ഇവിടെ ബ്രാക്കറ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം, മൈനസ് ഇൻറ്റു 2k വിച്ച് ഈസ് മൈനസ് 2k മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 1. അപ്പൊ ഇതിനെ നമ്മൾ ബ്രാക്കറ്റിലാക്കുന്നു. ദാറ്റ് മീൻസ് ഈ മൈനസിനെ ഞാൻ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഈസ് ഈക്വൽ ടു, ഇവിടെ പിന്നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെ കിട്ടും. അവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, മൈനസ് കെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 5 എന്ന് എഴുതാം. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 2 ഇൻറ്റു 2 4 ആണ്, ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് 4k മൈനസ് 1 ഇൻറ്റു 2 വിച്ച് ഈസ് മൈനസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് കെ മൈനസ് 5. കെയുടെ വാല്യൂസിനെ എല്ലാം ഒരു സൈഡിലാക്കിയാൽ ലെഫ്റ്റിലുള്ള മൈനസ് 4k, റൈറ്റിലുള്ള മൈനസ് കെ ലെഫ്റ്റിലെത്തിയാൽ പ്ലസ് കെ എന്നായി മാറും. ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡില് മൈനസ് 5, ലെഫ്റ്റിലുള്ള മൈനസ് 2 റൈറ്റ് സൈഡിലെത്തിയാൽ പ്ലസ് 2 എന്നായി മാറും. മൈനസ് 4kയും പ്ലസ് കെയും കൂടെ ആഡ് ചെയ്താൽ മൈനസ് 3k ഇസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് 3 എന്ന് കിട്ടും. ദെൻ ഫൈനലി k ഇസ് ഈക്വൽ ടു മൈനസ് 3 ബൈ മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പൊ കെയുടെ വാല്യൂ ഈസ് 1 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ p of x is equal to 2 minus x square. അപ്പൊ ഇവിടെ p of x നെ ഒന്ന് എഴുതിയാല് p of x is equal to 2 minus x square ആണ്. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്, അതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് സീറോസ് ആണുള്ളത്. അപ്പൊ അത് ഏത് ഐഡന്റിറ്റിയുടെ ഫോമിലാണ് എന്ന് നോക്കുക. രണ്ട് ടേമുകൾ ആയതുകൊണ്ട് അവിടെ മാക്സിമം ചാൻസസ് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്താൽ ഇതിനെ ആ ഒരു ഫോമിൽ ആക്കാൻ വേണ്ടി എക്സിന്റെ സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ, അതിനെ നമുക്ക് സ്ക്വയർ ആയിട്ട് എഴുതാം. 2നെ സ്ക്വയർ ആക്കുമ്പോ അവിടെ നമ്മൾ റൂട്ട് 2ന്റെ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി, മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പോ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലായി. അപ്പോ റൈറ്റ് സൈഡ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിൽ ലെഫ്റ്റിലുള്ളത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, റൂട്ട് 2 പ്ലസ് എക്സ് ഇൻറ്റു റൂട്ട് 2 മൈനസ് എക്സ്. ഇത് രണ്ടുമാണ് ഈ ഒരു പോളിനോമിയലിന്റെ രണ്ട് ഫാക്ടറുകൾ എങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സീറോസ് കണ്ടുപിടിക്കാം. റൂട്ട് 2 പ്ലസ് എക്സ് 0 ആകുമ്പോഴുള്ള എക്സിന്റെ വാല്യൂ റൂട്ട് 2 റൈറ്റ് സൈഡിലെത്തിയാൽ മൈനസ് റൂട്ട് 2 എന്നാവും. ദാറ്റ് മീൻസ് ആൽഫ 1 ഓഫ് ദ സീറോ ഈസ് മൈനസ് റൂട്ട് 2. ഇവിടെ നിന്ന് റൂട്ട് 2 മൈനസ് എക്സ് 0 ആയാലുള്ള എക്സിന്റെ വാല്യൂ ദാറ്റ് മീൻസ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 റൈറ്റ് സൈഡിലെത്തിയാൽ മൈനസ് റൂട്ട് 2 ആകും. then x is equal to root 2, that means beta അല്ലെങ്കിൽ സെക്കൻഡ് സീറോ ഈസ് റൂട്ട് 2. അപ്പോ രണ്ട് സീറോസ് നമ്മൾ കണ്ടുപിടിച്ചു, മൈനസ് റൂട്ട് 2 ആൻഡ് പ്ലസ് റൂട്ട് 2. ഓരോ വീഡിയോസ് കാണുമ്പോഴും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, പോസ് ചെയ്ത് വെക്കുക. അതല്ലാതെ ഫുള്ള് കാൽക്കുലേഷൻ കണ്ടതിന് ശേഷം പിന്നീട് ചെയ്യാൻ നിൽക്കരുത്. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രോബ്ലംസ് എവിടെയാണെന്ന് മനസ്സിലാക്കുക, തെറ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം വീഡിയോ പ്ലേ ചെയ്ത് കറക്റ്റ് ചെയ്ത് വീണ്ടും അത് ചെയ്ത് നോക്കി ക്ലിയർ ആവുക, കോൺഫിഡന്റ് ആവുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളവര് വാട്സ്ആപ്പ് നമ്പർ അയച്ചു തന്നാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ സെൻഡ് ചെയ്തു തരാം. അതിലുള്ള ഡൗട്ടുകൾ വേണമെങ്കിൽ ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരികയും ചെയ്യാം. എങ്ങനെയാണെങ്കിലും വൃത്തിയായി പഠിക്കുക.